ഹലോ നമസ്കാരം. അപ്പൊ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാല് ഇപ്പൊ സമയം ഏകദേശം 8 മണിയായി. അപ്പൊ പിള്ളേരെല്ലാം സ്കൂളിൽ പറഞ്ഞയച്ചു അല്ലെ. അപ്പോ 2-3 ദിവസമായി കുറച്ച് ചക്കരക്കിഴങ്ങ് വാങ്ങിക്കൊണ്ടുവന്നിട്ട് നമ്മളെ മധുരക്കിഴങ്ങ് അടിപൊളി മൂലൊക്കെ വെച്ചിട്ടുണ്ട്. മധുരം കൂടും അല്ലെ. അപ്പൊ അതെടുത്തിട്ട് പൊരിക്കാൻ വിചാരിച്ചതാണ്. അപ്പൊ മൈദപ്പൊടിയും പൊടിയൊന്നും ഇല്ല അല്ലെ. അപ്പൊ വീട്ടിൽ പോയിട്ട് അത് പെട്ടെന്ന് വാങ്ങിട്ട് വരാം. എന്നിട്ട് നീ അപ്പൊ കാര്യം ഇതാക്കോട്ടാ, റെഡിയാക്കി. ചായ കുടിച്ചപ്പോ എന്നെ തോലെല്ലാം കളഞ്ഞു നോക്കോട്ടാ. എന്നാ പിന്നെ വേഗം വീടിയെ പോയിട്ട് മൈദപ്പൊടിയും കടലപ്പൊടിയും വാങ്ങി പറ്റേ, പെട്ടെന്ന് നമുക്ക് പരിപാടി നോക്കാം. അച്ഛൻ രാവിലെ എണീച്ചാട് പണി തുടങ്ങിയിട്ടുണ്ട്. എന്റെ കൊമ്പ് വയ്ക്കുന്നു കേട്ടാ. അച്ഛൻ എന്നെ കണ്ടിട്ട നമ്മുടെ വീടിന്റെ അരുവത്തെത്തിയ. കേട്ടാ മൈദപ്പൊടി ഉള്ള ഇല്ലേ? കടലപ്പൊടിയോ? രണ്ടും തന്നെ. അരക്കലും മൈദപ്പൊടിയും ഒരു 300 കടലപ്പൊടി. കുറച്ച് ചക്കരക്കിഴങ്ങ് വാങ്ങിനേ പൊരിക്കാൻ വേണ്ടിട്ട്. ഇത് നമ്മുടെ സുഹൃത്ത് നാട്ടിലെ പൊടിയാണ്. മൈദ. അപ്പൊ നമ്മുടെ സുഹൃത്ത് പ്രസാദനെ കണ്ടിട്ടുണ്ട്. എടാ പോന്നിനി അതെല്ലേ സുഖം. ഇങ്ങനെ പോന്നപ്പോ ആയിക്കോട്ടെ. ഓക്കെ നല്ല ഓക്കെ കൂട്ടോ. അവിടെ എവിടെ പോയിനി? മില്ലിൽ പോയി അല്ലേ. അല്ലേ. അപ്പൊ നമ്മുടെ വീഡിയോ എല്ലാം കാണുന്ന അല്ലേ. നമ്മ മുംബൈയിലെ നമ്മളെ പരിചയക്കാരാണ്. നമ്മൾ ഭൂതാനത്താണ്. മോൻ വന്നിട്ടുണ്ടാ? ഇല്ലല്ലേ. അപ്പൊ പപ്പാട്ടൻ നേരെ അവരുടെ വീട്ടിലേക്ക് പോയി. ഞാൻ നമ്മളെ വീട്ടിലേക്ക്. അപ്പൊ പൂച്ചയിടുന്ന് മ്യാം മ്യാം നടക്കുന്നുണ്ട്. മീൻ വാങ്ങാൻ പോയതല്ല കേട്ടാ. പോയിക്കോ. ഏതാ പൊടി ഇതാ. പിന്നെ എന്തുകൊണ്ട് ഞാൻ വേഗം വന്നിന്. പിന്നെ അവിടെ വർത്താനം പറയാൻ കൂടുതൽ നിന്നിട്ടാ സമയം വൈകൂലേ. കേങ്ങിന്റെ തൊലി കളിങ്ങനെ എടുക്കുന്നാലേ കഴുകാല. ആ കഴുകിയിട്ട് കൊണ്ട. എന്താ അമ്മ പറയുന്നു? അമ്മക്ക് മനസ്സിലായിട്ട് തോന്നൂട്ടാ. കാണുന്നില്ല വലിപ്പാ. വലിയ ചക്കരക്കിഴങ്ങ അമ്മ. ചക്കരക്കിഴങ്ങ് ചക്കരക്കിഴങ്ങ അച്ഛാ. 2-3 ദിവസമായി ചക്കരക്കിഴങ്ങ് വാങ്ങി വെച്ചിട്ട് അത് പൊരിക്കാൻ വേണ്ടിട്ട്. വേറെ അച്ഛൻ അടുത്തേക്കാ. കൈവേദന എന്നിട്ട് കാണിക്കാൻ വേണ്ടി കാരണത്തിൽ പോകണം. ഒരാഴ്ചക്ക് വരുമോ. അപ്പൊ ഇതിന്റെ തൊലിയെല്ലാം കളഞ്ഞിട്ടുണ്ട്. വൃത്തി ഒന്നുകൂടെ നല്ല വൃത്തി കഴുകിയിട്ടുണ്ടേ. കഷ്ണാക്കാം അല്ലേ. കുറച്ചുകൂടെ ചെറുതാക്ക്. കിട്ടുന്നുണ്ട് വേഗം മുറിക്കാൻ. കോലുമുട്ടായി വേണ അമ്മേ? കോലുമുട്ടായി എന്നാ കോലുമുട്ടായി. അച്ഛന് കിട്ടുന്നില്ല. ഒളിച്ചു കൊടുക്കണേ. വളേസം കൊടുക്ക്. ഒളിച്ചു കൊടുത്തേ. മധുരണ്ടാ? ഞാൻ വെറുതെ തമാശ ചോദിച്ചപ്പ.
തമാശക്ക് വെച്ചാണ് ഒരു മുട്ടായി കാരെങ്കിലും മധുരം ഉണ്ടായിക്കുക തമാശക്ക് വെച്ചാ ചോദിക്കട്ടെ. എന്ന് കുറിച്ചാലും ഒരു കഷ്ണം തിന്നണം എന്നാണ്. അങ്ങനെ നമ്മുടെ കിഴങ്ങെല്ലാം മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കൊണ്ടുവന്ന കൂട്ട് തയ്യാറാക്കാം. നമ്മുടെ കടലപ്പൊടി ഒരു 1/4 കിലോ എടുത്തിട്ടുണ്ട്. കുറച്ച് അരിപ്പൊടിയേ, അരിപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടിയേ, ലേശം ജീരകം, കുറച്ച് മുളക് പൊടി, ഇനി പാകത്തിന് ഉപ്പ്, എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക ആദ്യം. അപ്പൊ നമ്മുടെ കൂട്ട് തയ്യാറായിട്ടുണ്ടേ. അതാ കൂട്ട് തയ്യാറായേ, അടുത്തോ അല്ലേ? അപ്പൊ നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട്, എണ്ണ ഒഴിച്ചു കൊടുക്കുക. അപ്പൊ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്, കൂട്ടിൽ റെഡിയാക്കാം. വലുതല്ലേ വൃത്തി കൂട്ട് പിടിക്കട്ടെ. അപ്പൊ നമ്മുടെ കിഴങ്ങ് പൊരി റെഡി ആയിട്ടുണ്ടേ. കഴിച്ചു നോക്കിയാച്ചാ, കഴിച്ചു നോക്കറാ, ടേസ്റ്റ് ചെയ്ത് നോക്കാം. രസമുണ്ടാ? രസമുണ്ടമ്മേ? നീന്ത് തിന്ന് പതി കഴിഞ്ഞില്ല. ടേസ്റ്റ് ഉണ്ടാ? അപ്പൊ ഞാനും ഒന്ന് എടുക്കട്ടെ. പറങ്കിപ്പൊടി വിട്ടോണ്ട് ചെറിയ എരിവുണ്ട് അല്ലേ? നല്ല ടേസ്റ്റ് ഉണ്ടാ? നല്ല ടേസ്റ്റ് ഉണ്ട്. താഴോട്ടാ. ഓക്കെ.